വടക്കാഞ്ചേരി നഗരസഭയിൽ 10ാം ഡിവിഷനിൽ ഇത്തവണ മത്സരം കടക്കും. നിത്യസാഗർ സജീവമായി പ്രചരണ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി നിത്യസാഗറാണ് നമുക്കിപ്പമുള്ളത്. പ്രചരണത്തിലാണ്. ഇതിനിടയിൽ നമുക്കിപ്പം കുറച്ച് നേരം സമയം ചെലവഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ പ്രചരണങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്നു. നമ്മൾ ഒരു റൗണ്ട് എല്ലാ ആളുകളെയും കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ റൗണ്ട് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഇപ്പോൾ ഓരോ വീടുകളിൽ കയറുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? വളരെ നല്ല പ്രതികരണമാണ്. ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ ജയിച്ചു പോയിട്ടുള്ള കൗൺസിലർമാരാണെങ്കിലും ഇവിടെ ഭരണത്തിലിരിക്കുന്ന മുനിസിപ്പാലിറ്റി ഭരണസമിതി ആണെങ്കിലും വേണ്ടത്ര വികസനം വടക്കാഞ്ചേരിയിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായം പൊതുവായിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഒരു വീട്ടിലെ, ഞാൻ അത് പേര് വെളിപ്പെടുത്തുന്നില്ല, ആ ഒരു വീട്ടമ്മ പറഞ്ഞത് കുഗ്രാമങ്ങളിൽ പോലും ഇതുപോലുള്ള റോഡ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഗ്രൗണ്ടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന ആ റോഡ് അറിയാം, അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് എത്ര ബുദ്ധിമുട്ടാണ് എന്നുള്ളത്, ഒരു മഴ പെയ്താലത്തെ അവസ്ഥ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റം വരണം എന്ന് വടക്കാഞ്ചേരിയിലുള്ള എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 2 ഇലക്ഷനിലും BJP 2ാം സ്ഥാനത്തുള്ള വാർഡാണിത്. വളരെ നേരിയ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ നമുക്കിത് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ പുതിയ വാർഡ് വിഭജനം വന്നപ്പോൾ കഴിഞ്ഞ 21ാം വാർഡായിരുന്ന ഈ ടൗൺ വാർഡ് ഇപ്പോൾ 10ാം ഡിവിഷനായിട്ട് മാറിയിരിക്കുകയാണ്. ആ ഒരു വാർഡ് ഡിവിഷൻ്റെ മാറ്റം നമുക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വോട്ടുകൾ കൂടുതലായി ചേർക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് നല്ലൊരു അനുകൂല സാഹചര്യമാണ്. പിന്നെ നമ്മൾ വോട്ട് ചേർക്കലും മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി തന്നെ 6 മാസങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വളരെ അനുകൂലമായിട്ട് ഇപ്രാവശ്യം നമുക്കിവിടെ 100% വിജയിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം തന്നെയാണ് നമുക്ക് ഉള്ളത്. UDFനെ സംബന്ധിച്ച് UDFന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അതാണ് വാസ്തവം. കാരണം കേന്ദ്രം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും സ്റ്റേറ്റ് ഭരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് CPM-ഉമാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഇപ്പോൾ MLA ആണെങ്കിലും MP ആണെങ്കിലും മുനിസിപ്പാലിറ്റി ഭരണസമിതി ആണെങ്കിലും അതൊക്കെ CPM-ൻ്റെ നേതൃത്വത്തിലാണ്. ഇവർക്ക് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇവിടെ ജയിപ്പിച്ചു വിട്ട ആളുകൾ ഒരു തരത്തിലും ഒരു വികസനം കൊണ്ടുവരാനോ എന്തെങ്കിലും, ഇപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ കുറേയധികം കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷേ നമ്മുടെ വടക്കാഞ്ചേരി തോട്, അതുപോലെ ഗ്രൗണ്ട്, ഈ 2 കാര്യങ്ങളും വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ പ്രളയം എന്ന് പറയാൻ പറ്റില്ല, കഴിഞ്ഞ മഴക്കാലത്ത് വടക്കാഞ്ചേരി തോട് കവിഞ്ഞ് നമ്മുടെ ഗ്രൗണ്ടിൽ കൂടെ ഏകദേശം പുഴ ദിശ മാറി ഒഴുകുന്ന അവസ്ഥ വരെ ഉണ്ടായി. അവിടെയുള്ള കുടുംബങ്ങളൊക്കെ പാതിരാത്രി എഴുന്നേറ്റിട്ട് പോകേണ്ട അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് രീതിയിലാണ്. ശരിക്കും ഒരു ഭീതിയിലാഴ്ത്തുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഈ എല്ലാ കാലത്തും, അതുപോലെ നമ്മുടെ ഡിവിഷൻ അല്ലെങ്കിൽ പോലും നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഇരട്ടക്കുളങ്ങരയിൽ HMC നഗറിൽ ഒരു 5-6 വീട്ടുകാർ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവർക്ക് മണ്ണ് ഇടിഞ്ഞ് വീട് തന്നെ പോകുന്ന ഒരവസ്ഥയാണ്. എല്ലാ വർഷവും ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ചെയർമാൻ അടക്കമുള്ള ആളുകൾ വന്ന് ഉറപ്പ് കൊടുക്കുകയാണ്, നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇത് ശരിയാക്കി തരും. അടുത്ത പ്രാവശ്യം ഇത് തന്നെ നേരിടുകയാണ്. അവർ വാടകയ്ക്ക് പോയി താമസിക്കുന്നു. ആ വാടകയുടെ പൈസ പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടുത്തെ കൗൺസിലർമാരും തയ്യാറായിട്ടില്ല, മുനിസിപ്പാലിറ്റി ചെയർമാൻ അടക്കമുള്ള ഇവിടുത്തെ ഭരണസമിതി തയ്യാറായിട്ടില്ല. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് വടക്കാഞ്ചേരിയിൽ. അപ്പോൾ കോൺഗ്രസ്സാണ് സ്ഥിരമായിട്ട് ടൗൺ ഡിവിഷൻ ജയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നും ചെയ്യാൻ സാധിക്കാത്തവരെ വീണ്ടും വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ഇനി ഞങ്ങളെ എന്തിനാണ് ജയിപ്പിക്കണേ? ജനങ്ങൾ ചിന്തിക്കും, കഴിഞ്ഞ 10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അവസരം തന്നു, ഒരു മാറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ വീണ്ടും വന്നിട്ട് എനിക്ക് ഇനിയൊരു അവസരം തരൂ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വളരെയധികം സംസ്കാരപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്രാവശ്യത്തെ ഇലക്ഷനിലുണ്ട്. 10 വർഷം നിങ്ങൾക്ക് അവസരം തന്നിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയൊരു അവസരം തരുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് കൃത്യമായ ബോധ്യമുണ്ട്. അതവർ നമുക്ക് ഓരോ വീടുകളിൽ ഇറങ്ങി സമ്പർക്കം ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. വളരെ ശുഭപ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക്. ഈ ടൗൺ ഡിവിഷൻ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിക്കും. എന്തായാലും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കട്ടെ. ആശംസകൾ. താങ്ക് യു. ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.